ഓതിരം കടകം മറുകടകം കടകത്തിലൊഴിവ് പിന്നെ അശോകനും. ഒരു തലമുറയുടെ ബാല്യകാല ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡയലോഗാണിത്. ഞായറാഴ്ച വൈകുന്നേരം യോധ ടിവിയിലുണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്കൂളുകളിൽ അക്കുസോട്ടൻ സ്റ്റൈൽ ഇടിയുടെ പൂരമാണ്. യോധ എന്ന ഒറ്റ ചിത്രം മതി സംഗീത് ശിവൻ എന്ന സംവിധായകനെ എന്നും ഓർത്തിരിക്കാൻ. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ തൈപ്പറമ്പിൽ അശോകനും അരിശുമുട്ടിൽ അപ്പുകുട്ടനും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളും അതിലെ തമാശകളും തുടങ്ങുന്ന സിനിമ പിന്നീട് നേപ്പാളിലെത്തുമ്പോൾ അന്നുവരെയുള്ള മലയാള സിനിമയുടെ കാഴ്ചാശീലങ്ങൾക്കപ്പുറമായ ഒരു ലോകത്തേക്കാണ് പ്രേക്ഷകർ ചെല്ലുന്നത്. ആയോധന കല പശ്ചാത്തലമാക്കി ഒരു സിനിമ ചെയ്യണമെന്ന സംഗീത് ശിവന്റെ ആഗ്രഹമാണ് യോധയുടെ പിറവിക്ക് കാരണം. ആദ്യഘട്ടത്തിൽ നേപ്പാളിലെ കഥ മാത്രമായിരുന്നു സംഗീതിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് തിരക്കഥാകൃത്ത് ശശിധരൻ ആറാട്ട് വഴിയാണ് കഥയെ കേരളത്തിലെത്തിക്കുന്നത്. എന്തിനേറെ അരിശുമുട്ടിൽ അപ്പുക്കുട്ടൻ എന്ന ജഗതി ശ്രീകുമാറിന്റെ ഹിറ്റ് കഥാപാത്രം പോലും ഉണ്ടായത് അതിനുശേഷമാണ്. സിനിമയിൽ മോഹൻലാലിന്റെ അശോകൻ നേപ്പാളിലെത്തിയതോടെ മലയാള സിനിമാ പ്രേക്ഷകരും നേപ്പാളിലേക്ക് എത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാകില്ല. അത്രത്തോളം മനോഹരമായാണ് നേപ്പാളിന്റെ ദൃശ്യഭംഗിയെയും സംസ്കാരത്തെയുമെല്ലാം സംഗീത് ശിവൻ ഒപ്പിയെടുത്തത്. 1992 സെപ്റ്റംബർ 3 യോധ റിലീസ് ചെയ്തത്. തിയേറ്ററുകളിൽ ലഭിച്ചതിന്റെ 100 ഇരട്ടിയാണ് പിൻകാലത്ത് ടെലിവിഷനിലൂടെ യോധയ്ക്ക് ലഭിച്ച സ്വീകാര്യത. യോധ വന്നാൽ പിന്നെ കുട്ടികളും കുടുംബങ്ങളും ടിവിക്ക് മുന്നിലായിരുന്നു ഒരു സമയത്ത്. മോഹൻലാലിന്റെ സ്റ്റൈലും അക്കുസോട്ട, ഉണ്ണിക്കുട്ട എന്നീ വിളികളുമെല്ലാം മലയാളികൾ ഏറ്റെടുത്തു. ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും യോധയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ജഗതി ശ്രീകുമാറിന്റെ കലങ്ങിയില്ല, കാവിലെ പാട്ടുമത്സരത്തിന് കാണാം തുടങ്ങിയ ഡയലോഗുകളും രംഗങ്ങളും ഇന്നും മീമുകളിൽ സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. സിനിമയും അതിലെ ഡയലോഗുകളും പോലെ മലയാളികൾ ഇന്നും ഏറ്റെടുക്കുന്ന മറ്റൊന്നുണ്ട്, യോധയിലെ ഗാനങ്ങൾ. AR റഹ്മാൻ എന്ന മാന്ത്രികനെ മലയാള സിനിമയിലേക്ക് എത്തിക്കുന്നത് യോധയിലൂടെയാണ്. അന്നയാൾ ദിലീപായിരുന്നു. കരിയറിലെ ആദ്യ ചിത്രമായ റോജ ചെയ്ത് തീർക്കും മുന്നേ റഹ്മാനെ യോധയുടെ സംഗീതത്തിന്റെ ചുമതല സംഗീത് ശിവൻ ഏൽപ്പിച്ചതായി നിരൂപകനായ രവി മേനോൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. 3 ഗാനങ്ങളായിരുന്നു യോധക്കായി റഹ്മാൻ ഒരുക്കിയത്. യേശുദാസും MG ശ്രീകുമാറും തകർത്തുപാടിയ, മോഹൻലാലും ജഗതിയും തകർത്താടിയ പടകാളി ചെണ്ടിച്ചങ്കിരി, യേശുദാസും സുജാതയും പാടിയ കുനുകുനെ എന്നീ ഗാനങ്ങൾക്കൊപ്പം മാമ്പൂവേ മാഞ്ഞു തീരുന്നു എന്ന ഗാനവും അദ്ദേഹം ഒരുക്കിയിരുന്നു. സിനിമയിൽ ചിത്രീകരിക്കാനായില്ലെങ്കിലും മാമ്പൂവേ എന്ന ഗാനത്തിന്റെ ഈണം സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും രവി മേനോൻ എഴുതിയിട്ടുണ്ട്. സിനിമയിലെ സുപ്രധാന കഥാപാത്രമായ റിംബോച്ചയെ കണ്ടുപിടിച്ചതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കഥ പ്രചരിക്കുന്നുണ്ടായി. യോധയുടെ ചിത്രീകരണത്തിന് തയ്യാറായിരുന്ന സമയം, എന്നാൽ റിംബോച്ചയുടെ വേഷം ചെയ്യുന്നതിന് ആരെയും അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചില്ല. ഒരുപാട് കുട്ടികളെ നോക്കിയെങ്കിലും സംഗീത് ശിവൻ മനസ്സിൽ കണ്ടതുപോലെ ഒരാളെ ലഭിച്ചിട്ടില്ല. സിനിമയുടെ അണിയറ പ്രവർത്തകരെ സഹായിക്കുന്നതിന് വന്ന ഒരു നേപ്പാളി ചെറുപ്പക്കാരന്റെ പേഴ്സിൽ ഒരു കുട്ടിയുടെ ചിത്രം സംഗീത് കാണുന്നു. ആ കുട്ടിയെ ഇഷ്ടമായതോടെ സംഗീത് ശിവൻ അവനോട് പോയി ഉടനെ മൊട്ടയടിച്ച് വരാൻ ആവശ്യപ്പെടുന്നു. മൊട്ടയടിച്ച പയ്യനെ നോക്കി ഇവൻ മതിയെന്ന് സംഗീത് പറയുന്നതായാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥ. തമാശകളും ആക്ഷനും അല്പം ഫാന്റസിയുമെല്ലാം ചേർത്തൊരുക്കിയ ആ ഐക്കോണിക് സിനിമയുടെ 2ാം ഭാഗം ഒരുക്കുക എന്ന ആഗ്രഹം സംഗീത് ശിവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹം പൂർത്തിയാക്കാനാകാതെ അദ്ദേഹം വിട പറഞ്ഞു. എന്നാൽ യോധ എന്ന സിനിമയെ മലയാളി ഓർക്കുന്ന അത്രയും കാലം സംഗീത് ശിവൻ എന്ന സംവിധായകനും ജീവിക്കും. പ്രേക്ഷകരുടെ